നമസ്കാരം. ആണവ ചർച്ചകളിൽ പ്രതിസന്ധിയായി തുടരുന്ന യുറേനിയം സമ്പുഷ്ടീകരണ തോത് കുറയ്ക്കാമെന്ന് ഇറാൻ നിർദ്ദേശം വെച്ചതായി റിപ്പോർട്ട്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണ തോത് കുറയ്ക്കാൻ തയ്യാറാണെന്ന വാർത്ത പുറത്തു വന്നതോടെ അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും ആണവ ചർച്ചകൾ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ റിപ്പോർട്ടിന്റെ സത്യാവസ്ഥ എന്താണ്? ഇത് യഥാർത്ഥ നയതന്ത്ര നീക്കമാണോ, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ചില രാഷ്ട്രീയ പ്രചരണങ്ങളിലെ ഭാഗമാണോ എന്നതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. നിലവിൽ 60% മുകളിൽ ആയുധ ഗ്രേഡിങ്ങിന് തൊട്ടടുത്തെത്തിയ 400 കിലോയിലധികം വരുന്ന യുറേനിയം ശേഖരം ഇറാനുണ്ട്. ഇതുൾപ്പെടെ 3.5% എന്ന തീരെ ചെറിയ തോതിലേക്ക് കുറയ്ക്കണമെന്നാണ് നിർദ്ദേശം. ഇറാൻ പ്രസിഡന്റ് ഉൾപ്പെടെ നേരത്തെ ഇത് പ്രഖ്യാപിച്ചതാണ്. അതിനിടെ 1 മാസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിച്ച് ഹോർമൂസ് തുറക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളും പിന്നീടുള്ള 30 ദിവസത്തിനകം ആണവ വിഷയങ്ങളിലെ ചർച്ച എന്നുമാണ് ഇറാൻ പുതിയതായി സമർപ്പിച്ചിരിക്കുന്ന നിർദ്ദേശം. അതേസമയം ഇറാൻ തീരത്ത് കപ്പലിന് നേരെ ഇന്ന് ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതോടെ കപ്പൽ തിരിച്ചുപോയി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റാസ് അൽ ഖൈമ തീരത്തെ കപ്പലുകൾക്ക് അജ്ഞാത സന്ദേശം ലഭിച്ചതായും UK മാരിടൈം ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഇന്ന് നാവിക ഉപരോധം നേരിട്ടെത്തി വിലയിരുത്തി. ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുന്നത് കണക്കിലാക്കിയുള്ള തയ്യാറെടുപ്പിലാണ് ഇറാൻ. ആദ്യം വസ്തുതകളിലേക്ക് നോക്കാം. ഇറാൻ നേരിട്ട് സമ്പുഷ്ടീകരണം കുറയ്ക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ചർച്ചകളിൽ ചില നിബന്ധനകൾക്ക് വിധേയമായി എൻറിച്ച്മെന്റ് ലെവൽ നിയന്ത്രിക്കാൻ തയ്യാറാണെന്ന സൂചനകൾ വിവിധ നയതന്ത്ര വൃത്തങ്ങളിൽ നിന്നാണ് പുറത്തുവരുന്നത്. ഇതൊരു സ്ഥിരമായ തീരുമാനമല്ല, മറിച്ച് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാർഗൈനിങ് പൊസിഷൻ എന്ന നിലയിലാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ ഇപ്പോഴും ഉയർന്ന തോതിൽ യുറേനിയം സമ്പുഷ്ടീകരണം തുടരുകയാണ്. പ്രത്യേകിച്ച് 60% വരെ എത്തിയതായി മുൻപ് സ്ഥിരീകരിച്ചിരുന്നു. അതായത് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ വലിയ മാറ്റമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് സാരം. മിഡിൽ ഈസ്റ്റ് സംഘർഷം ശക്തമാകുന്ന സമയത്ത് അമേരിക്കയുടെ കർശന നയങ്ങൾ ഫലം കണ്ടുവെന്ന് തെളിയിക്കാൻ ഇത്തരം പ്രസ്താവനകൾ ഉപയോഗിക്കപ്പെടാറുണ്ട്. എന്നാൽ ഇതിനെ പൂർണ്ണമായും കള്ളപ്രചരണം എന്ന് വിളിക്കുന്നത് അത്ര ലളിതവുമല്ല. കാരണം ഇറാൻ ചർച്ചകളിൽ ചില ഇളവുകൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ അത് ഗ്രൗണ്ട് ലെവൽ പോളിസി ചേഞ്ച് ആയി മാറിയിട്ടില്ല എന്നതാണ് നിർണായകം. ഇറാന്റെ നിലവിലെ നിലപാട് വളരെ വ്യക്തമാണ്. അവരുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കായി മാത്രമാണ് എന്നതാണ് അവകാശവാദം. അതേസമയം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇത് വിശ്വസിക്കുന്നില്ല. ഈ അവിശ്വാസമാണ് ചർച്ചകളെ തുടർച്ചയായ പ്രതിസന്ധിയിലാക്കുന്നത്. ഇറാൻ സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നുവെങ്കിലും അതിന് പകരമായി ആണവ നിയന്ത്രണങ്ങൾ അംഗീകരിക്കണമെന്ന അമേരിക്കൻ നിലപാടിനോട് അവർ പൂർണ്ണമായി വഴങ്ങുന്നില്ല. യുദ്ധാവസ്ഥയുടെ പശ്ചാത്തലവും ഇവിടെ നിർണായകമാണ്. ഹോർമൂസ് കല്ലിടുക്കിൽ സംഘർഷം തുടരുന്നതും പ്രോക്സി സംഘർഷങ്ങൾ ശക്തമാകുന്നതും ഈ ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. നേരിട്ട് അമേരിക്ക ഇറാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല എങ്കിലും ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്ട് എന്ന നിലയിൽ സ്ഥിതി തുടരുകയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ആണവ ചർച്ചകൾ പലപ്പോഴും സൈനിക സമ്മർദ്ദത്തിന്റെ ഭാഗമായും ഉപയോഗിക്കപ്പെടാറുണ്ട്. ഇറാൻ സമ്പുഷ്ടീകരണം കുറയ്ക്കുമെന്ന വാർത്തയിൽ ചില യാഥാർത്ഥ്യ ഘടകങ്ങൾ ഉണ്ട് എങ്കിലും അത് ഇതുവരെ ഔദ്യോഗികമായി നടപ്പിലാക്കിയതായുള്ള ഒരു തീരുമാനമല്ല. അതിനെ പൂർണ്ണമായി ട്രംപിന്റെ കള്ളപ്രചരണം എന്ന് പറയുന്നതും ശരിയല്ല. അതുപോലെ തന്നെ അതിനെ യാഥാർത്ഥ്യമായ നയമാറ്റമായി കാണുന്നതും തെറ്റായിരിക്കും. ഇത് ഇപ്പോഴും ചർച്ചകളുടെ രാഷ്ട്രീയ നയതന്ത്ര കളിയിലെ ഒരു ഘട്ടം മാത്രമാണ്.